ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഓരോരുത്തരും ഓരോ നിലയിലാണ്. അത് പ്രത്യേകിച്ച് നമുക്കൊരു നിർവചനം കൊടുക്കാൻ കഴിയില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ തന്നെ ചില ആളുകൾ പണത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്, ചിലർ ബന്ധങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നത്, ചിലർ സ്ഥാനമാനങ്ങൾക്കാണ്. ചിലർ അങ്ങനെയല്ല, അവർ ദൈവത്തിനും ദൈവവചനത്തിനുമാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതും പ്രാധാന്യം കൽപ്പിക്കുന്നതും. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ദൈവത്തിനും ദൈവവചനത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവവും നമുക്ക് പ്രാധാന്യം തരും. വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, യേശുതമ്പുരാൻ തന്നെ പറഞ്ഞ വാക്കാ, മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ സുഹൃത്തെ, നമുക്ക് ആശ്രയിച്ചാലോ? ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി എബ്രായ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. മീറ്റർ ഓഫ് പെർഫെക്ഷൻ എന്നൊരു പുസ്തകമുണ്ട്. അതിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൻ്റെ ഒരു ഏട് എഴുതി ചേർത്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഒരു പാവപ്പെട്ട സ്ത്രീ ഫ്രാൻസിസ് അസീസിയുടെ ആശ്രമത്തിൽ ചെന്നു. എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അവരെത്തിയത്. അദ്ദേഹം ഉടൻ തന്നെ ആശ്രമത്തിൻ്റെ ചുമതലയുള്ള ഫാദർ കാൻഡീനായി വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കൂ. അദ്ദേഹം അകത്തുപോയി ആകെപ്പാടെല്ലാം പരിശോധിച്ചു. അവർക്ക് കൊടുക്കത്തക്കവണ്ണം ഒന്നും കണ്ടെത്തിയില്ല. ഒടുവിൽ അദ്ദേഹം ഫ്രാൻസിസിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനിവിടെ ആകെ പരിശോധിച്ചിട്ടും ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നും ഇവിടെ ഇല്ല. ഒന്നുണ്ട്, വിലപ്പെട്ട ഒന്ന്. അത് നമ്മൾ ദിവസേന ആരാധനയ്ക്കായി വചനധ്യാനത്തിനായിട്ട് ഉപയോഗിക്കുന്ന പുതിയ നിയമഗ്രന്ഥമാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഉടൻ തന്നെ ഫ്രാൻസിസ് പറഞ്ഞത്, വിലപ്പെട്ടത് എന്താണുള്ളത് അത് കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ പുതിയ നിയമം അവർ കൊടുത്തേക്കൂ. അന്നൊക്കെ അച്ചടി ആരംഭിച്ചിട്ടില്ലായിരുന്നു. കൈയെഴുത്ത് പ്രതികളാണ് മിക്കവാറും എവിടെയെങ്കിലും അപൂർവമായെങ്കിലും കാണാൻ ശ്രമിക്കുന്നത്. അതിന് വലിയ വിലയുമാണ്. എങ്കിലും അത് കൊടുക്കാൻ അവർ തയ്യാറായി. ഇവിടെ നമ്മൾ വായിച്ചത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. നോക്കൂ, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ തന്നെ മരിച്ചതിനെ ജീവിപ്പിക്കുന്ന